വ്ളോഗ് എടുത്താലൊന്നും വിചാരിച്ചതല്ല. പക്ഷേ എന്തോ ഇപ്പോൾ സമയം പറ്റില്ല. ഏകദേശം ഒരു 5:40 ഒക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എന്നിട്ട് എൻ്റെ റൂമിൻ്റെ ടെറസിന് മുകളിൽ വന്നിരിക്കുകയാണ്. ചിക്കൻ സീ ഇതാണ് ടെറസ്. അങ്ങനെ ഒരു ചന്ദ്രനെ കാണാം. ഞാനിപ്പം സൂര്യനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് ഈ സമയത്തൊക്കെയാണ് എണീക്കുന്നത്. ലൈക്ക് എന്താ പറയുക വെച്ചാൽ you need to see like or else you need to find yourself first. നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കണം ആദ്യം. ബിക്കോസ് നോ വൺ വിൽ ഗിവ് യു ദാറ്റ്. നമുക്കായിട്ട് സമയം ചിലവഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്ന ആൾക്കാരുണ്ടാകുമായിരിക്കാം. പക്ഷേ മേ ബി ആരും പെർഫെക്റ്റ് അല്ലല്ലോ. ഈവൻ നമ്മുടെ ഫാമിലി ആണെങ്കിൽ പോലും, ഫ്രണ്ട്സ്, ഇഫ് എനി അതർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ഒന്നും അത്ര പെർഫെക്റ്റ് അല്ലല്ലോ. സോ നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന രീതിക്ക് അപ്പുറം വേറെ ആർക്കും നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. സോ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഇത് എത്ര ആൾക്കാർക്ക് പറ്റും അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ജസ്റ്റ് രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വന്നിരുന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമാധാനം തരുന്ന സ്ഥലത്ത് വന്നിരുന്നു കുറച്ച് നേരം വെറുതെ ഇരിക്കുക. ഫോണൊന്നും യൂസ് ആക്കാണ്ട് വെറുതെ. ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഞാൻ വന്നിരുന്നു കറിയാതെ ഇങ്ങനെ സെർവ് ചെയ്ത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത്ര തന്നെ. ഇതിൽ ഫ്രീ ലൈക്ക് എന്താ പറയുക, എനിക്കറിയില്ല. ലൈക്ക് സമാധാനം കിട്ടും. മെയിൻലി മേ ബി പറ്റുമ്പോൾ മാറിയിരിക്കും. എനിക്കിവിടെ വന്നിരിക്കുമ്പോൾ സമാധാനം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് സമാധാനം നന്നായി കിട്ടുമായിരിക്കുന്ന സമയത്ത് മേ ബി നമ്മൾ വിചാരിക്കും ഓ മൈ ഗോഡ്, ഞാൻ ഇന്ന് ഇതുപോലെ രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവായിരുന്നു. ലൈക്ക് രാവിലെ എഴുന്നേൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യം. പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ ഈവൻ എനിക്കും പറ്റിയിരുന്ന കാര്യമായിരുന്നില്ല. ലൈക്ക് ആദ്യമൊക്കെ ഞാൻ നാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ പ്രോപ്പർ 6-6 ആകുമ്പോൾ എണീക്കുന്ന ആളായിരുന്നു. പിന്നെ ശേഷം ലൈക്ക് എന്താ പറയുക, സ്വന്തമായിട്ട് കാര്യം നോക്കാൻ തുടങ്ങിയപ്പം എന്തോ അത് അവിടെ എവിടെയൊക്കെയോ വെച്ച് ബ്രേക്ക് ആയിപ്പോയി. പക്ഷേ ആ സമയത്ത് ഞാൻ ഭയങ്കര കാം, അല്ലെങ്കിൽ എന്തോ എൻ്റെ മൈൻഡ് ഭയങ്കര ഫ്രീ ആയിരുന്നു. സോ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ഒരു ഉണർവ് എന്ന് പറയുന്നത് അത് ഭയങ്കര എന്താ പറയുക, ഒരു ഫ്രഷ് ഫീലാണ് അതിന്. അത് യൂസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ വൺ ടൈം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നന്നായി മനസ്സിലാവും. അത് ചിലപ്പോൾ ഞാൻ ഫ്ലാഷ് കോഡ് ചെയ്തിട്ട് ഇരിക്കുന്നത് എൻ്റെ നമുക്ക് എത്രമാത്രം ഗേർഡാണെന്ന് എനിക്കറിയില്ല. കാലേ എഴുതിയിട്ട് വന്നിട്ടുള്ളൂ. സോ ദിസ് ഇസ് മീ. ഹൗ ലൈക്ക് ഇങ്ങനെയാണ് ഞാൻ. എന്നെ അറിയാത്തവർക്കും അറിയുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, ഇതാണ് ഞാൻ. എന്നെ പരിചയമുള്ളവർക്ക് ഞാൻ എത്രമാത്രം എക്സ്ട്രോവേർട്ടാണെന്നും എന്നെ അത്ര പരിചയമില്ലാത്തവർക്ക് ഞാൻ എത്രമാത്രം ആംബിവേർട്ടാണെന്നും അറിയാം. സോ ബട്ട് ഐ എം നോട്ട് എൻ ഇൻട്രോവേർട്ട്. ഇൻട്രോവേർട്ടല്ല, ഞാൻ എല്ലാവർക്കൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. ഈ കുറേ കമ്പനീസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ആരുമില്ല. ബിക്കോസ് ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. നമ്മൾ ഓരോരുത്തരടുത്തും എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ നമ്മളെ വാല്യൂ മനസ്സിലാക്കും. മെയിൻ വൺ തിങ്. നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. സെക്കൻഡ് വൺ തിങ്. ആൻഡ് നമുക്ക് എന്താണ് സന്തോഷം എന്ന് മനസ്സിലാക്കി നമ്മളത് എന്താ പറയുക, നമ്മൾ ആ സന്തോഷം നമ്മൾ കണ്ടെത്തി നമ്മളെ ഹാപ്പി ആക്കാൻ പഠിക്കും. നമുക്ക് വേറെ ആളുടെ ആവശ്യമില്ല. ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ പറയാൻ തോന്നി. മേ ബി ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് വല്ല വ്ളോഗൊക്കെ ഇടും. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കെന്നെ കാണാനായിട്ട് ഞാൻ എടുത്ത് വയ്ക്കും. ചില സമയത്ത് ഞാൻ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ കണ്ട് ഞാൻ തന്നെ മോട്ടിവേറ്റ് ആവും. നോ സം പീപ്പിൾ ലൈക്ക് ദാറ്റ്. നമ്മൾ സ്വന്തമായി അറിയുന്ന വീഡിയോ, നമ്മൾ സ്വന്തമായി ഡൗൺ ആയിട്ടിരിക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നീട് ഒരു കാലത്ത് നോക്കുമ്പോൾ ആക്ച്വലി അതൊരു സ്ട്രെങ്തനിങ് ആണ്. ബിക്കോസ് നമ്മളിങ്ങനെ ഒരുമാതിരി സിറ്റുവേഷൻസ് ഒക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഓ മൈ ഗോഡ്, ഞാൻ ഈ സിറ്റുവേഷനിൽ നിന്ന് ഇത്രയും മാത്രം മാറി, ഇത്രയും ഞാൻ മെച്ചുവേർഡായി, അല്ലെങ്കിൽ മെച്ചുവേർഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇത്രയും മാത്രം ഞാൻ സർവൈവ് ചെയ്തു നമുക്ക് പറയാൻ പറ്റും. ലൈക്ക് വി വിൽ ബി ലൈക്ക് ഓ മൈ ഗോഡ് പ്രൗഡ് ഓഫ് അവർ സെൽഫ്. അങ്ങനെ സംഭവം തോന്നും. നമ്മൾ വേറെ ആരും നമ്മളെ പ്രൗഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മളെ പ്രൗഡ് ചെയ്യണം. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ല രസമായി ഇങ്ങനെ രാവിലെ വന്ന് ഏതെങ്കിലും സ്ഥലത്ത് പോയിരിക്കും. സോ കറക്റ്റ് ഞാൻ ബാംഗ്ലൂരാണ്. ഇവിടെ പ്രത്യേകിച്ച് രാവിലെ സ്ഥലത്ത് പോയിരിക്കണം. പ്രത്യേകിച്ച് ഒരു സ്ഥലം സത്യം പറയാം. പാർക്കുണ്ട് കുറേ. അല്ലാതെ പറയാൻ കുറേ IT പാർക്സ്, നോർമൽ പാർക്ക് അല്ലാതെ കുറേ IT പാർക്സ്, കുറേ ഹോസ്പിറ്റൽസ്, കുറേ സിറ്റി വൈബ്സ്, നൈറ്റ് വൈബ്സ്. ബാംഗ്ലൂരൊക്കെ ബെറ്റർ നൈറ്റ് വൈബ് നല്ലതാണ്. രാവിലെ പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നിൽക്കുന്ന ഏരിയ കുറച്ച് മൂവിയും സിറ്റിയിൽ നിന്ന് മാറിയതായതുകൊണ്ട് അങ്ങനെ മെയിൻ സ്പോട്ട് അല്ലാണ്ട് ഇവിടെ അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ കുറേ പാടം, വയൽ, അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല എന്നല്ലാതെ അറിയാം. എനിക്കറിയാം. പക്ഷേ എനിക്കൊക്കെ കുറച്ച് സമാധാനം കിട്ടണമെങ്കിൽ ഇതുപോലെ എവിടെയൊക്കെ പോയിരിക്കണം. ഇറ്റ്സ് അപ് ടു പീപ്പിളൊക്കെ. ലൈക്ക് മേ ബി ചില ആൾക്കാർക്ക് ആരോഗ്യം സംസാരിച്ചാലായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ ഫുഡ് കഴിച്ചാലായിരിക്കും. സോ ഞാൻ ലൈക്ക് ഒരു ഇതുവരെ വീട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ വീട് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ബട്ട് ഓക്കെ എന്നുള്ള രീതിക്കായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ കാം ഡൗൺ ആക്കുന്ന, അല്ലെങ്കിൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ എങ്ങനെ കാം ഡൗൺ ആക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ വൺസ് ഐ കെയിം ഔട്ട് ഫ്രം ലൈക്ക് ഞാൻ പിന്നെ എൻ്റെ വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്നെങ്ങനെ ലൈക്ക് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കും. ബിക്കോസ് നമ്മളെ നോക്കാൻ ആരില്ല. നമ്മളെ നോക്കണം, നമ്മളെ നമുക്ക് വെച്ചിട്ടാക്കി തരണം, എല്ലാം നമ്മളിൽ നിന്ന് സ്വന്തം ചെയ്യണം. ഇവന്തോ എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ നോക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് കൂടുതൽ മനസ്സിലായി ലൈക്ക് ദിസ് ഇസ് ഹൗ ഐ ആം. ലൈക്ക് ഇങ്ങനെയാണ് ഞാൻ, ലൈക്ക് ഇങ്ങനെയൊക്കെയാണ് ഞാൻ. ബിക്കോസ് ഒബ്വിയസ്ലി ഞാനൊരു ഗേളായതുകൊണ്ട് തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ റെസ്ട്രിക്ഷൻസ് കൂടി വളർന്ന ഒരാളാണ് ഞാൻ. സോ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ്
കാരണം എനിക്ക് ഞാൻ പ്രോപ്പർലി മനസ്സിലാക്കിയത് യെസ് ഞാൻ ആഫ്റ്റർ എൻ്റെ പറയാം മേ ബി ആഫ്റ്റർ മൈ 18 നോട്ട് 18 17 സോ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. ലൈക്ക് ഒറ്റയ്ക്ക് കുക്കിംഗ്, സെൽഫ് സെർവിങ്, സെൽഫ് അപ്രിസിയേഷൻ ലൈക്ക് അതൊക്കെ തുടങ്ങി. സോ എൻ്റെ കാംനെസ് അല്ലെങ്കിൽ ഞാനൊന്ന് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഓക്കെ ആക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയാം ഇപ്പോൾ. അതർവൈസ് ഐ യൂസ് ടു ഡിപ്പെൻഡ് ഓൺ പീപ്പിൾസ്, ബട്ട് എനിക്ക് അങ്ങനെ പറയത്തക്ക അങ്ങനത്തെ പീപ്പിൾ അറിയില്ല. ലൈക്ക് ഐ ഡോ നോ, ഐ ഹാവ് സം ഫ്രണ്ട്സ്, ലൈക്ക് നോട്ട് സം ഫ്രണ്ട്സ്, ഐ ഹാവ് നോ ഫ്രണ്ട്സ് ബിക്കോസ് ഞാൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട്. ഗൈസ് യു ഹാവ്, എല്ലാവരും ഉണ്ട്. പക്ഷേ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. ലൈക്ക് അങ്ങനെ ഒരാൾ ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അറിയില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഓപ്പൺ അപ്പ് ആവാൻ, അല്ലെങ്കിൽ നമുക്ക് ലൈക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സ്ട്രോങ് ലേഡിയാണ്, എന്തൊക്കെ സ്ട്രോങ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രോങ് മെൻ ആണ് എന്നൊക്കെ പറഞ്ഞാലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നമ്മളെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ തരാനോ അല്ല. നമ്മൾ പറഞ്ഞത് കേട്ടിരുന്ന് ലൈക്ക് നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കുന്ന ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആസ് എ ഫുൾ ഐ ഡോണ്ട് ഹാവ്, സോ അതുകൊണ്ട് തന്നെ വലിയ ഭാഗ്യം വിചാരിക്കുന്നു. ഉള്ളവർക്ക് അതിൻ്റെ വില മനസ്സിലാവും. സോ ഉള്ളവർ അങ്ങനത്തെ ആൾക്കാരെ കളയാതിരിക്കുക, ഇല്ലാത്തവർ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി തീരെ പോകരുത്. ബിക്കോസ് യു വിൽ ഗെറ്റ് വൺ. ആരെങ്കിലും ആയിരിക്കാം, ഈവൻ യുവർ ഫാമിലി, യുവർ ഫ്രണ്ട്സ്, മേ ബി യുവർ പാർട്ട്ണർ, മേ ബി സം വഴികൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ സംതിങ് വിൽ ഗെറ്റ് ലൈക്ക് എന്നറിയുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ മേ ബി ഞാൻ 1-2 ദിവസം കണ്ട് പരിചയത്തിൽ ആൾക്കാർക്കായിരിക്കും എൻ്റെ അടുത്ത് കൂടുതൽ കൺസേൺ. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ബിക്കോസ് ഞാനൊരു സംസാരിച്ചിട്ട് ഒരാളല്ല, വഴികൂടെ പോകുന്ന ആൾക്കാരടുത്ത് സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷേ എന്നാലോ ലൈക്ക് വൺ ടൈം എനിക്കൊരു സ്മൈൽ ഇട്ടിങ്ങനെ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആൻസർ കുറേ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. പക്ഷേ എങ്ങനെ എന്താ പറയാം, ഐ ഡോണ്ട് നോ ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ലോങ്. എനിക്കറിയില്ല, എനിക്കാരത്തും പറയാനുള്ളത് ഞാൻ എന്നോടൊന്നും പറയുന്നു. ഐ ഫീൽ സോ ഹാപ്പി നൗ. സൂര്യൻ വരുമ്പോൾ കണ്ട സൂര്യൻ കാണുന്നത് അങ്ങ് സൂര്യൻ വരാനൊരു 6-6:45 മണിക്കാവുമായിരിക്കും കേട്ടോ മേ ബി. ബിക്കോസ് എനിക്കറിയില്ല സൂര്യൻ ഇങ്ങോട്ട് മോളിക്കെത്തണ്ടേ. അതുവരെ ഞാനിവിടെ ഇരുന്ന് നിങ്ങളോട് പിന്നെ സോറി പറയുമ്പോൾ എനിക്കറിയില്ല. ബിക്കോസ് എനിക്ക് താഴെ ഫുഡ് ഉണ്ടാക്കണം. ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. സോ ഞങ്ങൾ ഇവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ. അപ്പം രാവിലെ എഴുന്നേൽക്കണം, 9 മണിക്ക് ജോലിക്ക് പോകണം. സോ അതിന് മുമ്പ് ഫുഡ് ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കണം, എല്ലാം ചെയ്യണം. അതുകൊണ്ട് തന്നെ നോർമലി ഞാൻ പ്രോപ്പർലി മുമ്പ് നല്ല ഇവിടെ വന്ന സമയത്തൊക്കെ നോർമൽ 6 മണി 6:30 എണീക്കായിരുന്നു. പിന്നെ എന്തൊക്കെയോ പിന്നെ വയ്യാതൊക്കെ വന്നപ്പോൾ പിന്നെ ആ ഒരു പാറ്റേൺ ബ്രേക്കായി. പിന്നെ വന്നിട്ട് 7-8 മണിക്കൊക്കെ ശേഷമാണ് എണീക്കാറ്. അപ്പോൾ ഒന്നും ലൈക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോർമലി സ്കിപ്പാണ് ആവാറ്. പക്ഷേ എന്തോ എൻ്റെ ഒരു ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അണ്ടർ വെയിറ്റ് ആണ്. സോ ഞാൻ അതും കൂടി സ്കിപ്പാക്കി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തട്ട് പോകുന്നു അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആ ശീലം വീണ്ടും മാറ്റി. ഞാനിപ്പോൾ വീണ്ടും ലൈക്ക് പ്രോപ്പർ രാവിലെ എണീക്കാൻ കേട്ടോ. പ്രോപ്പർ രാവിലെ എണീക്കും, ഫുഡ് ഉണ്ടാക്കും, ഫുഡ് കഴിക്കും. അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ തന്നെ എത്ര മിനിറ്റ് വീഡിയോ ആയിരുന്നു എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ വന്നപ്പോൾ നല്ല ഇട്ടായിരുന്നില്ലേ. ഇപ്പോൾ തന്നെ നിൽക്കാണ്. ഇപ്പോൾ അത്യാവശ്യം കളിച്ച് വന്നിട്ടുണ്ട്. ലൈക്ക് എത്ര നേരം ചായ ഇടുന്നത് എനിക്കറിയില്ല. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ട് എത്ര നേരം ആയിരുന്നു എനിക്കറിയില്ല. ഇനി ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഇരുന്ന മോഡിലേക്ക് ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ലൈക്ക് മേ ബി ഞാൻ പറഞ്ഞില്ല ഞാൻ വ്ളോഗ് ഇടാമെന്നുള്ളതിലേക്ക് വന്നൊന്നുമല്ല. പക്ഷേ വന്നിരുന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ കുറേ നേരം ഇവിടെ ചിരിക്കുന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ ആരൊക്കെ സംസാരിക്കാൻ തോന്നി. പറഞ്ഞ അറിയില്ലാത്തത് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചത് മേ ബി ഞാനൊരു വ്ളോഗായിട്ട് ഇടാം. മേ ബി നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയാലോ എങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻസ്പിറേഷൻ ആയാലോ എന്നുള്ള രീതിക്ക്. സോ മേ ബി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തന്നെ ഡോക്യുമെൻ്റ് ചെയ്യാൻ ഇഷ്ടമായിക്കൂടെ. നിങ്ങളൊന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്നെ തന്നെ ഡോക്യുമെൻറ്റ് ചെയ്തോളാം. ഓക്കെ അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല, ഏറ്റവും സമയം ഹാപ്പി ആയിട്ടിരിക്കുക. ബെറ്റർ ടു ഡോണ്ട് ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡ് ആണ് പേഴ്സൺ. ബിക്കോസ് നമ്മളൊരിക്കൽ ഡിപ്പെൻഡ് ആയിക്കഴിഞ്ഞാൽ ഒരാളൊക്കെ ഡിപ്പെൻഡ് ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പാടല്ലേ പിന്നെ മാറ്റാൻ. ഞാൻ അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരെ ചോദിക്കുന്നത്. സോ പിന്നെന്താ ഓവറായിട്ട് ആരും കാര്യത്തിൽ ഇടപെടാതിരിക്കുക. ഈവൻ നിങ്ങളിപ്പം ഞാനൊക്കെ അങ്ങനത്തെ ഞാനിപ്പോൾ ഒരാളെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ആരായിക്കോട്ടെ ലൈക്ക് ഞാനിവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് കേട്ടോ. അങ്ങനെ വിചാരിക്കുന്നത് വേണ്ട. സോ ലൈക്ക് ആരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആണെങ്കിലോ നിങ്ങളുടെ ബ്രദർ സിസ്റ്റേഴ്സ് ലൈക്ക് അങ്ങനത്തെ അല്ലാതെ നമുക്ക് കുറേ സ്പെഷ്യൽ ബോൺസിൽ റിലേഷൻഷിപ്പ് വിടും. അല്ലാതെ നമുക്ക് കുറേ സ്പെഷ്യൽ ബോൺസ് ഉണ്ടല്ലേ. സോ ആരായിട്ടും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വെക്കാണ്ടിരിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അത് ഓക്കെ നമുക്ക് പോയാൽ നന്നായി കാണണം, നമ്മൾ ഇഷ്ടപ്പെടുന്നത് നന്നായി കാണുന്നത് നമ്മൾ വിചാരിക്കുക. പക്ഷേ അവർക്ക് ആ വിചാരം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവരെ കുറിച്ച് കൺസിഡർ ചെയ്യേണ്ട ഇതൊക്കെ രാവിലെ എന്നിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റും. എൻ്റെ പ്ലേസ് ഒന്ന് മാറ്റി അവിടെ താഴെ നമ്മുടെ ടെറസാണല്ലോ. സോ ആൾക്കാർ ഡ്രസ്സ് ഇരിക്കാൻ എന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ ഞാൻ നേരത്തെ എന്തിനാ എൻ്റെ കഥകൾ പറഞ്ഞ് വരും കൂടി പോകാൻ എടുത്ത് വെച്ചു. സോ ഞാൻ ചെറുതായിട്ട് ഫിക്സ് മാറ്റി. സോ ഇപ്പോൾ എനിക്ക് കറക്റ്റ് സൂര്യനെ കാണാം. ടെക്സി ഞാൻ നേരത്തെ സൈഡായിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കറക്റ്റ് സൺറൈസ് ചെറിയ മിസ്റ്റേക്സ്. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ലൈക്ക് ഡിപ്പെൻഡ് ആവാണ്ടിരിക്കുക. ഒരിക്കൽ നമ്മൾ ഡിപ്പെൻഡ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഹാർഡ് ടു കം ഔട്ട് ഫ്രം ദാറ്റ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എങ്കിലും. അപ്പം അത്രയേ ഉള്ളൂ. ലൈഫ്
മാക്സിമം എൻജോയ് ചെയ്യുക. വേൾഡ് വാർക്ക് നടന്നു വരികയാണ്. ഒരു മിസൈൽ വന്നാൽ തീരാണ് കേസുള്ളൂ. പറ്റുന്നത്രക്ക് എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണെന്ന് കണ്ട് അതുപോലെ ചെയ്യുക. പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും മുടക്കരുത്. ലൈക്ക് എന്ന് വെച്ചാൽ പൈസ ദൂർത്തടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ലൈക്ക് നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടുക. സ്മാർട്ട് വർക്ക് ചെയ്യുക. കമ്പാരിറ്റീവ്ലി ഹാർഡ് വർക്ക്. സ്മാർട്ട് വർക്ക് ചെയ്യുക. പൈസ ഉണ്ടാക്കുക. ഫുഡ് അടിക്കുക. ഇഷ്ടമുള്ളവർക്ക് ഇറങ്ങാൻ പോവുക. കുറച്ചൊക്കെ ലൈഫിൽ അഡ്വഞ്ചർ ആവുക. ബിക്കോസ് സമയം തിരിച്ചു വരില്ല. നമ്മുടെ പ്രായം തിരിച്ചു വരില്ല. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മേ ബി നമുക്കൊരു 30-45 വയസ്സ് കഴിയുമ്പോൾ ഞാൻ അപ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് പറ്റുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമ്മുടെ ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഇന്ന് കണ്ട സ്ഥലം നാളെ നടന്നു വരില്ല. സോ നമുക്ക് സ്ഥലത്ത് പോകണം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പോകാൻ നമ്മൾ തീരുമാനിച്ച് നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മൾ പോകാൻ ശ്രമിക്കണം. ലൈക്ക് എനിക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ കഷ്ടപ്പെടണം. വേറെ ഒരാൾ നമുക്ക് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് തരില്ല. അത്രയും മാത്രം അങ്ങനെയൊന്നും നമ്മൾ ആരും ചെയ്യില്ല. അതാലോചിച്ചാൽ ഓക്കെ. പിന്നെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുക. ഇപ്പോഴത്തെ സമൂഹത്തിൽ വില കാണാണെങ്കിൽ പഠിക്കണം. പിന്നെ ഞാൻ അങ്ങനെ പറയുന്നതല്ല. ലൈക്ക് ഞാനൊരു പെണ്ണായതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ താഴ്ത്തി പറയുന്നില്ല. പക്ഷേ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. ലൈക്ക് എന്തൊക്കെ പറഞ്ഞാലും ജെൻഡർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി നമ്മളെ വളർത്തിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും പോലും നമ്മളെ വളർത്തിക്കുന്നത് അങ്ങനെയാണ്. സോ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. അങ്ങനെ വിചാരിച്ചിരുന്നാൽ നിങ്ങൾക്ക് അവസാന ലൈഫിൽ എന്തെങ്കിലും പറയാനായിട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഞാൻ ഇപ്പം കണ്ടു വളർന്ന എല്ലാ വുമൻ ലൈക്ക് അവരൊന്നും ഒന്നും അച്ചീവ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലൈക്ക് ഒരു വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചു, പഠിപ്പ് കഴിഞ്ഞ് കല്യാണം കഴിച്ചു, കുട്ടികളായി, പിന്നെ അങ്ങനെ ജീവിച്ചു. അല്ലാതെ അവർക്കായിട്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുമോയെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഐ ഗോട്ട് എ ഫാമിലി, അത്രേ ഉള്ളൂ. അങ്ങനെ അത് ഒതുങ്ങി പോകരുത്. ബിക്കോസ് നമുക്ക് കുറേ കാണാനുണ്ട്, കുറേ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. സോ അതൊക്കെ ചെയ്യണം. അല്ലാതെ എനിക്കൊരു ഫാമിലി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ലൈക്ക് കല്യാണം ഓക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫിനേ ഉള്ളൂ. ബട്ട് അതൊരിക്കലും ഒരു ലൈക്ക് അത് മാത്രമാണ് ലൈഫ് എന്ന് ആയിരിക്കരുത്. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ലൈക്ക് എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷേ എന്നാലും എക്സ്പീരിയൻസ് ഉള്ള നമ്മൾ കണ്ടു വളർന്നിട്ടുണ്ടല്ലോ. ലൈക്ക് പിന്നെ ഇപ്പോഴത്തെ കാര്യത്തിലൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാം ഓപ്പൺ കാണാം. നമുക്ക് എല്ലാം നമ്മുടെ കണ്ണി കാണാം. അപ്പം അതുകൊണ്ട് കല്യാണം ഒരിക്കലും ഒരു മെയിൻ പാർട്ടായിട്ട് വയ്ക്കരുത് ലൈഫിൽ. നമുക്ക് തോന്നുമ്പോൾ കിട്ടിയാൽ മതി. വീട്ടുകാരൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ വീട്ടുകാരൊക്കെ പറയും മോളെ ഒരു 20 കഴിഞ്ഞാൽ തന്നെ പറഞ്ഞു തുടങ്ങി. എന്നൊക്കെ വീട്ടിലൊക്കെ വെച്ച് വീട്ടിലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ആ ഒരു കാലത്ത് വീട്ടിൽ റീസൺ എടുക്കും. സോ പക്ഷേ നാട്ടുകാർ അവരെന്നെ പറയും. എനിക്ക് അതിനേക്കാൾ അപ്പുറം പറയണമെന്ന് നാട്ടുകാർ കഴിഞ്ഞിട്ട്. പക്ഷേ എൻ്റെ എതിരെ വീട് കാണുന്ന ആൾക്കാരൊക്കെ വേറെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എനിക്ക് എന്നെ കാണാൻ വരുന്നത് മോൾക്ക് പിന്നെ ആലോചിച്ച് തുടങ്ങണ്ടേ എന്താ ചെയ്യുന്നു മോൾക്കും ഓക്കെ അങ്ങനെ പറഞ്ഞിരുന്ന കുറേ എണ്ണമുണ്ട്. ആ കുറേ എണ്ണത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് നിങ്ങളോ പെട്ടു നിങ്ങളോ എന്താ പറയുക ആ ഒരു ലൈഫായിട്ട് അഡ്ജസ്റ്റ് ആയി. ഞങ്ങൾക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ആവാൻ താല്പര്യമില്ല. ഓക്കെ. ഞങ്ങൾ കല്യാണം കഴിച്ചോളാം. ഞങ്ങളെ കുറിച്ചാലും കൺസേൺ വേണ്ട. ഇനി ഞങ്ങളെ വീട്ടുകാരടുത്ത് പോയിട്ടും കൺസേൺ ആക്കിപ്പിക്കണം. ഓക്കെ. ലൈക്ക് ചില വീട്ടിലുണ്ടാവും. ഓക്കെ. ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്നും അവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ. മേ ബി സം റിലേറ്റീവ്സോ അല്ലെങ്കിൽ വല്ല അയൽക്കാരെ പറഞ്ഞിട്ട് മോൾക്ക് ഇത്ര വയസ്സായില്ലേ കല്യാണമൊക്കെ നോക്കി തുടങ്ങണ്ടേന്ന് ജസ്റ്റ് അത് മാത്രം മതി. പിന്നെ നമ്മുടെ പാരൻസിനും ലൈക്ക് ഓ മൈ ഗോഡ് ശരിയാ അവൾക്ക് വയസ്സായി കല്യാണം നോക്കണ്ടേ ആൾക്കാർക്ക് ചോദിച്ചു തുടങ്ങിയില്ലേ. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. അത് പറയാൻ തെറ്ററിയാൻ പറ്റില്ല. അതൊക്കെ മാറി വരണമെങ്കിൽ നമ്മുടെ ജനറേഷനൊക്കെ ഇത് മാറ്റിക്കൊണ്ടുവരണം. അല്ലാതെ നമ്മുടെ പാരൻസിൻ്റെ ജനറേഷൻ ഒന്നും മാറില്ല. ഓക്കെ. സോ നമ്മുടെ ജനറേഷൻ അങ്ങനെ മാറ്റിക്കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ടെന്താ സോ ലൈക്ക് ആ ഒരു കാര്യം കേട്ടപ്പോൾ വീട്ടിൽ തുടങ്ങും. പിന്നെ ഒരു പറഞ്ഞ ആ നിൽക്കുന്ന ആളുടെ സമാധാനം കളയാം. ആൺകുട്ടികൾക്ക് കൊണ്ട് കട്ടപ്പം കുട്ടികൾ മാത്രമല്ല. പക്ഷേ ആൺകുട്ടികളുടെ ഏജിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നു. 20 വയസ്സിൽ പോയിട്ട് മണി കിട്ടുന്നതായി അറിയില്ല. അതൊക്കെ ഗേൾസിൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. ലൈക്ക് ഒരു 99% അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ കണ്ടത് അങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് ദൈവം ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ നോക്കുക. ബാക്കിയുള്ള കുടുംബത്തിൽ കയറി വന്ന് ചൊറിയാതിരിക്കുക. സമാധാനത്തോട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക സമാധാന കെട്ടിടമായിരിക്കും അത്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നൊരു മാതിരി തീക്കനൽ ഇട്ട് കൊടുക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. ബിക്കോസ് കല്യാണം ഒരിക്കലും ഈ പറഞ്ഞു നടക്കുന്ന എല്ലായിടത്തും പറയാനുള്ളത് കല്യാണം ഒരിക്കലും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ല. കല്യാണം കഴിച്ചിട്ട് നന്നായി ജീവിക്കുന്ന ആൾക്കാരുണ്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സല്ലേ കല്യാണം കഴിക്കണം വേണ്ടതെന്നുള്ളത്. ബിക്കോസ് നിങ്ങളൊന്ന് പറഞ്ഞു പോകും ഒരു ദിവസം കഴിഞ്ഞാൽ കൂടെ ജീവിക്കേണ്ടതും അല്ലെങ്കിൽ പിന്നെ ആ ഒരാളായിട്ട് അഡ്ജസ്റ്റ് ആയി പോകേണ്ടതും എന്ന് പറയുന്നത് ആ 2 വ്യക്തികളാണ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ. ലൈക്ക് 2 പേരും കൂടിയിട്ട് ഒത്തുചേർന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കി പോകേണ്ടതല്ലേ. അത് അവർ 2 പേരല്ലേ ചെയ്യണത്. അല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് പറയണ്ടല്ലോ മോളെ നീ കല്യാണം കഴിച്ചു മോളെ നീ ഇന്ന നല്ലതാണെന്ന് പറയുന്നത് ആവശ്യമില്ല. ലൈക്ക് നമുക്ക് മനസ്സിലാക്കാൻ അറിയാം. നമുക്ക് ലൈക്ക് ഓക്കെ നിങ്ങൾ 10ാം ക്ലാസ് കുട്ടീൻ്റെ അടുത്താണ് പോയി പറയുന്നത് വെച്ചാൽ വെറും ബുൾഷിറ്റാണ്. ബിക്കോസ് ആ കുട്ടിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കമ്പാരിറ്റീവ് നല്ല അറിവുണ്ട്. ഓക്കെ. അറിവ് കുറച്ച് കൂടുതലാണ്. അത് വേറെ കാര്യം. ലൈക്ക് അശാത്രനൊക്കെ അറിവ് കൂടുതലാണ്.
പക്ഷെ എന്നാലും ലൈക്ക് ഞങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ ഏജിലുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം അറിയാം എന്താണ് ലൈഫ്, എന്താണ് വിവാഹം, എന്താണ് ജീവിതം എന്നൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാം. ഓക്കെ, അതിന് ശേഷം കല്യാണം കഴിച്ചാൽ പോരെ. നിങ്ങളുടെ അടുത്തുള്ള വീട്ടിലും അപ്പുറത്തൊക്കെ പോയിട്ടില്ലേ ഇത് പറയുന്നുള്ളൂ, അല്ലാതെ നിങ്ങൾ പോയി രണ്ടാമത് കിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, വേറെ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് പെട്ടെന്ന് സോറി, ഞാനിത് ബീപ്പ് കൊടുത്തേക്കാട്ടെ കേട്ടോ, ഈ നെയിം എടുക്കാണ്ട് ബീപ്പ് കൊടുത്തേക്കാം. സോ അങ്ങനെയൊന്നും പോയി പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബാക്കിയുള്ളവർ വേഗം തലവേദന നിൽക്കാം. നല്ലതല്ലായിരുന്നു സത്യം പറയാലോ, നല്ലതല്ല. കുറേ പറവകൾ പോകുന്നുണ്ട് കേട്ടോ, നല്ല ഭയങ്കര കാണാൻ. ഇത്രേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറഞ്ഞു, ബിക്കോസ് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഞാൻ ഇങ്ങനെ അടുത്ത് ഞാൻ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ ലൈക്ക് ഞാൻ ആടൊക്കെ എന്തൊക്കെ സംസാരിച്ചാലും അത് തിരിച്ചുണ്ടെങ്കിൽ ജഡ്ജ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ തരും. അങ്ങനെ നീ എങ്ങനെ വിചാരിക്കുന്നൊന്നുമല്ല, നീ അങ്ങനെ ആക്കുന്നൊന്നല്ല. മേബി നമ്മളൊരാൾ ലൈക്ക് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അയാൾക്ക് അറിയാം, അയാൾ നിങ്ങൾ പറയുന്ന മൊട്ടത്തെറ്റായിട്ട് അയാൾക്ക് അറിയുമായിരിക്കും. പക്ഷെ നിങ്ങൾ മിണ്ടാതിരിക്കുക. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. എനിക്കറിഞ്ഞാണ് ഞാൻ ഇത്ര നേരം പറയുന്നത്, എത്രമാത്രം കിട്ടിയതൊന്നും എനിക്കറിയില്ല. ലൈക്ക് ഫസ്റ്റ് അവിടെ നിന്നിരുന്നപ്പോൾ ഉള്ളതുണ്ടായിരുന്നു, ഫസ്റ്റ് എടുത്തപ്പോൾ. അതിന് ശേഷമുള്ളത് എനിക്കറിയില്ല എത്രമാത്രം കിട്ടിയെന്ന്. സോ എന്തായാലും പറയാനൊക്കെ ഞാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയാം. ഓക്കെ, ബൈ.